गुरुब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरः गुरुसाक्षात् परब्रह्मं तस्मै श्री गुरवे नमः। ദി ഹൈറ്റ് ആപ്പ് ഹാപ്പിനെസ് പ്രോഗ്രാമിലേക്ക് യാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അപ്ഡേറ്റ് കോഴിക്കോട് മാങ്കഹവ് വേട്ടയ്ക്കൂർ മഹൽ ക്ഷേത്രം. ഇന്നത്തെ വിഷയം നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ്. 27 നക്ഷത്രങ്ങളിൽ സൃഷ്ടി നക്ഷത്രം, സംഹാര നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ ഭാഗ്യം കൂടിയത്, ഭാഗ്യം കുറഞ്ഞത് ഓരോ പൂർവികരന്റെ ജന്മകർമ്മണ അനുസരിച്ചിട്ടാണ് ഭാഗ്യം കുറഞ്ഞതും കുറയാത്തതുമായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മൾ പൂർവികർ തപോബലം കൊണ്ട് കണ്ടെത്തിയത്. അതിൽ ഇന്നത്തെ ഭാഗ്യസ്ഫുടത്തിൽ കാണുമ്പോൾ ഭാഗ്യം കുറഞ്ഞ നക്ഷത്രങ്ങളിലും നവാംശ സ്ഫുടത്തിൽ വരാറുണ്ട്. അതിനെ അഷ്ടവർഗ ഗണിതം ഏകാദിശോധന ചെയ്താൽ ഭാഗ്യം കുറഞ്ഞ നക്ഷത്രങ്ങൾ കാണാം. ചില ആൾക്കാർ പറയാറുണ്ട്, തിരുമേനി എനിക്ക് എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം പരാജയമാണ് പറയാറുണ്ട്. അപ്പോൾ ഭാഗ്യം കുറവുള്ളവർക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ സ്ഫുടം 3 രാശി 20 ഭാഗ 32 കല എന്ന രീതിയിലാണ് വന്നത് എന്ന് പറഞ്ഞാൽ ആയില നക്ഷത്രം. ആ 3-22 സംതിങ് നോക്കുമ്പോൾ 3-20 കർക്കടകവും 6-40 ചിങ്ങമും 10 കന്നിയും 13-20 തുലാം രാശിയും 16-40 വൃശ്ചികമും ധനും 20-ഉം 23-20 മകരമും. അപ്പോൾ കുംഭരാശിയിലാണ് നിൽക്കുന്നത്. ആ കുംഭരാശിയിൽ അതിന് സൂക്ഷ്മ നവാംശ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അവിട്ട നക്ഷത്രമാണ്. അവിട്ടം, ചിത്ര, മകേരിയക്കാർക്ക് എല്ലാം ഉണ്ട്, പക്ഷെ എനിക്ക് എന്തൊക്കെയോ കുറവുകൾ ഉണ്ട്, പക്ഷെ എല്ലാം എനിക്ക് കൈവരങ്ങ് നിൽക്കുന്നുണ്ട്, പക്ഷെ ആവുന്നില്ല എന്ന രീതിയിൽ മനപ്രയാസങ്ങൾ വരാറുണ്ട്. ഇതിനെയാണ് ഈ സ്ഫുടം ചെയ്തിട്ട് ഭാഗ്യം കുറഞ്ഞ നക്ഷത്രങ്ങൾ എന്ന രീതിയിൽ ഇന്നത്തെ സ്ഫുടം ഗണിച്ചെടുത്തത്. ചിത്ര, മകേരിയം, അവിട്ട നക്ഷത്രക്കാർക്ക് ഈ രീതിയിൽ എന്താണ് ചെയ്യേണ്ടത്? ചൊവ്വ ഇന്ന് സഞ്ചരിക്കുന്നത് മേടൻ രാശിയിലാണ്. അതിന്റെ കർമ്മരാശിയിലാണ് ഈ ചൊവ്വ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് എന്താണ് മാറ്റം ചെയ്യേണ്ടത്? ചൊവ്വ സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഭൈരവ പൂജയോ അഥവാ ഓജരാശി നിൽക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയെ കൊണ്ട് പഞ്ചാമൃത അഭിഷേകങ്ങളോ ഷഷ്ടി വ്രതങ്ങളും എടുക്കാം. ഈ രീതിയിൽ ഭൈരവനോ സുബ്രഹ്മണ്യ സ്വാമിയോ അഥവാ പഞ്ചാമൃത അഭിഷേകങ്ങൾ ചെയ്ത് സുബ്രഹ്മണ്യ സ്വാമിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗ്യക്ലേശങ്ങൾ തീരാവുന്ന ദോഷങ്ങളേ ഉള്ളൂ. ആ ചൊവ്വയ്ക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഇല്ല, ഷഷ്ടാഷ്ടമ യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ചൊവ്വ സ്വന്തം രാശിയിൽ ബലമുണ്ടെങ്കിലും ചൊവ്വയുടെ അഷ്ടമത്തിൽ ഗുരു ചൊവ്വയുടെ ദുരിതാധിപത്യം വഹിച്ചിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉപാസിക്കുക, പഞ്ചാമൃത അഭിഷേകങ്ങൾ ചെയ്യുക. ഇത്ര പക്ഷത്തിൽ അതിക്ക് മുൻപ് തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക. സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഔഷധം ഇല്ലാത്തവർക്ക് ഔഷധങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, വിശപ്പ് ഇല്ലാത്തവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. ഇങ്ങനെ പല 100 വീതം തത്വ വിഷയങ്ങൾ മീൻസ് തത്വവുമായി ബന്ധപ്പെട്ട 63 തത്വ ഗുണങ്ങൾ ഉണ്ട്. അതിൽ വളരെ സൽക്കർമ്മങ്ങളായിട്ട് ഇത് ചെയ്യാം. ഇത് ചെയ്തിട്ട ശേഷം ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം കുറഞ്ഞ നക്ഷത്രക്കാരായ ചിത്ര, മകേരി, അവിട്ട നക്ഷത്രക്കാരുടെ സ്ഫുടം അനുസരിച്ചിട്ടാണ് ഇതിന്റെ പരിഹാരം. ഈ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ വേണ്ടിയപ്പോൾ ഉപാസിച്ചാൽ കർമ്മഗുണങ്ങൾ വേണ്ടിയതുപോലെ ആവും. യാതൊരു സംശയങ്ങളും ഇതിന് ഇല്ല. ഇത് ഒരു വിഷയമാണ്. ഇതിൽ ദ്വാദംസകം എന്ന് നോക്കും. ദ്വാദംസകം എന്ന് നോക്കുമ്പോൾ ആ 23 സംതിങ്ങിനെ ദ്വാദംസകാധിപതി നോക്കണം. 2 കർക്കടകം, 5 ചിങ്ങം, 7 കന്നി, 10 തുലാം, 12-20 വൃശ്ചികം, 15 ഭാഗ വരെ ധനു, 17 മകരം, 20 കുംഭം, 22 മീനം. മേടൻ രാശിയാണ് വന്നത്.
ആ മേടൻ രാശി ദ്വാദം സഹാധിപതിയായി വന്നതുകൊണ്ട് ഗവൺമെന്റ് ജോലിയിൽ എല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട്, വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഉള്ളവർക്കും ഈ പരിഹാരം പറ്റും. 10 ചൊവ്വ മിക്കവാറും മിലിറ്ററി, റാണുവവും, പോലീസ്, ഫിസിക്കൽ ടെസ്റ്റ്, IAS എഴുതി നിൽക്കുന്നവർ ഇവർക്കൊക്കെ ഈ ഉപാസന മാർഗ വളരെ സുഖപ്രദങ്ങളായിരിക്കും, ഗുണങ്ങളായിരിക്കും. പക്ഷെ ജ്യോതിഷത്തിലുള്ള പരിഹാരത്തിന്റെ സിദ്ധാന്തം ഒരുവിധ അസ്ട്രോളജർമാർ പറഞ്ഞു കൊടുക്കുന്നില്ല. സമയം ഇല്ലാത്തത് കൊണ്ടാണോ എനിക്കൊരു സംശയം. സൂര്യന്റെ അഷ്ടവർഗ ഗണിതം എടുക്കണം. സൂര്യൻ ഏത് രാശിയിലാണോ സഞ്ചരിക്കുന്നത് ആ സൂര്യൻ നിൽക്കുന്ന 4 രാശി തൊട്ട് അഷ്ടവർഗ സംഖ്യ എണ്ണണം. അതിന്റെ 4 തൊട്ട് 8 വരെ അഷ്ടവർഗ സംഖ്യ ചിന്തിക്കണം. 8 തൊട്ട് 12 രാശി വരെ അഷ്ടവർഗ സംഖ്യ ചിന്തിക്കണം. പകലെ 3 ആക്കി തിരിക്കണം. 4 രാശിയിൽ അഷ്ടവർഗ സംഖ്യ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വേണം സുബ്രഹ്മണ്യ സ്വാമിനെ ഉപാസിക്കാനോ, അഭിഷേകം ചെയ്യാനോ, ആരാധന ചെയ്യാനും, സൽക്കർമ്മങ്ങൾ ചെയ്യാനോ. രണ്ടാമത്തെ ഭാഗത്തിൽ ഏകദേശം സൂര്യൻ ഉദിച്ച് 4 മണിക്കൂർ ശേഷം വരുന്നതാണ് രണ്ടാമത്തെ 4 രാശി. മീൻസ് 7:20, 8:20, 9:20, 10:20, 6:20 ആണെന്നുണ്ടെങ്കിൽ 10:20 ശേഷം സുബ്രഹ്മണ്യ പൂജയും അഭിഷേകം ചെയ്യണം. പക്ഷേ കേരളത്തിൽ 10:20 ശേഷം അഭിഷേകം ചെയ്യുന്ന ക്ഷേത്രങ്ങൾ വളരെ ദുർലഭമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ചെറിയൊരു വിഗ്രഹം വാങ്ങിക്കാം. അത് നല്ല ഗുരുനാഥന്റെ കീഴിൽ വാങ്ങിച്ച് അനുമാത്രം വാങ്ങിക്കുക. എന്നിട്ട് ശേഷം നിങ്ങളെ കൊണ്ട് രീതിയിൽ പാളോ പഞ്ചാമൃത അഭിഷേകങ്ങൾ ചെയ്യുക. സുബ്രഹ്മണ്യ സ്വാമിനെ ഋഷിയും ഛന്ദസ്സും ഒരു നല്ല ആചാരം കൊണ്ടെടുക്കുക. അങ്ങനെ എടുത്തിട്ട് ചെയ്താൽ ഭാഗ്യം കുറഞ്ഞതിന് ഏറ്റവും വലിയ ഫലപ്രാപ്തിയായിരിക്കും. എന്തുകൊണ്ട് ഉപാസന ചെയ്യുമ്പോൾ ചില ഹാർമോണുകൾ നിങ്ങൾ ബ്രെയിൻ റിലീസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ബെൻഡിങ് മെഷീൻ പോലെയാ. ആ ഹാർമോൺ നിങ്ങൾ ഓരോരോ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ ന്യൂറോ സയൻസ്. അതുകൊണ്ട് എല്ലാവരും ഈ രീതിയിൽ ചെയ്യുക, കാര്യപ്രാപ്തി വളർത്തിയെടുക്കുക എന്ന് ആണ് ഞങ്ങളുടെ ഐടാക് ഹാപ്പിനെസ് പരിവാറിന്റെ ഉദ്ദേശം. അത് ശാസ്ത്രീയമായിരിക്കണം, മാനസികപരമായ ഉയർച്ച ഉണ്ടാക്കണം, മറ്റുള്ളവർക്ക് പ്രയാസമില്ല രീതിയിൽ നീങ്ങണം. അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഈ മെത്തഡ് ഓഫ് തിയറി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, എല്ലാവർക്കും എത്തിച്ചേർക്കുക. നന്ദി, നമസ്കാരം.